സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകില്ലെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പാർട്ടി സംസ്ഥാന നേതാക്കളുടെ അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനമെടുക്കുമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ഭാരവാഹികളെയാണ് വിളിച്ചിട്ടുള്ളത്. ഭാരവാഹികളെ കൂടി ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ വിലയിരുത്താമെന്നുള്ള നിലക്കാണ്. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും. ഓരോ മണ്ഡലത്തിലെയും പ്രത്യേകത ഏതെല്ലാം സ്ഥാനാർത്ഥികളെയാണ് ഓരോരുത്തരും നിർദ്ദേശിക്കുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അത് ഇന്ന് ചർച്ചയുടെ തീരുമാനം അനുസരിച്ച് വരുള്ളൂ. ഇന്നിപ്പോൾ അന്തിമമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് നമ്മളിന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. താമസിക്കേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നതും അവർ ഉടനെ തന്നെ എല്ലാം തീരുമാനിക്കും എന്നാണ്. എല്ലാം പോസിറ്റീവ് തന്നെയാണ്. LDF അത്ര മുമ്പിലൊന്നുമല്ല. അവരുടെ ഘടകകക്ഷികളൊന്നും മുഴുവൻ തീരുമാനിച്ചില്ലല്ലോ. കേരള കോൺഗ്രസിൻ്റെ ഒക്കെ ബാക്കിയല്ല. അത് സ്വാഭാവികം. പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ പെട്ടെന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് 1-2 ദിവസമൊക്കെ നിങ്ങൾക്ക് ക്ഷമിക്കാം. തങ്ങളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ചു, തങ്ങളതിന് മറുപടി പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനമെല്ലാം ഉടൻ തന്നെ പൂർത്തിയാകുമെന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി അടക്കം പ്രതികരിക്കുന്നത്. വിവരങ്ങളുമായി TK അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ച വളരെ പെട്ടെന്ന് തന്നെ തീർക്കുകയായിരുന്നു മുസ്ലിം ലീഗ് എന്ന് നമുക്കറിയാം. കൃത്യമായ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു. ഇപ്പോൾ പ്രഖ്യാപനം എപ്പോൾ എന്നാണ് അറിയേണ്ടത്? സ്വപ്ന, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇന്ന് തന്നെ അന്തിമമായ ഒരു തീരുമാനമുണ്ടാക്കും. അതിനുശേഷം ഒരുപക്ഷേ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ധാരണയെക്കുറിച്ചുള്ള ധാരണ ആയിട്ടുണ്ട്. അവശേഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്നത്തെ യോഗത്തോടുകൂടി ധാരണയുണ്ടാക്കാനാണ് ശ്രമം. വലിയ തോതിൽ ചില മാറ്റങ്ങൾ നേരത്തെ വേങ്ങര മത്സരിച്ചിരുന്ന P.K. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറുന്നു. PMA സലാമിനെ വേങ്ങരയിൽ മത്സരിപ്പിക്കണമെന്നൊരു ധാരണയുണ്ടായിരുന്നു. എന്നാൽ PMA സലാം നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തുടരട്ടെ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത് ഉണ്ടായിരിക്കുന്ന ഒരു പാർട്ടിക്കുള്ളിലുണ്ടായിരിക്കുന്ന ഒരു വികാരം. PMA സലാം അത്തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. അതാണ് നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതും. എന്തായാലും ഇക്കാര്യത്തിലെല്ലാം ഒരു വ്യക്തമായ തീരുമാനം ഇന്നത്തോടുകൂടി ഉണ്ടാക്കും. അതുപോലെ തന്നെ കോൺഗ്രസുമായി ഉഭയകക്ഷി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചില മണ്ഡലങ്ങൾ, കോങ്ങാട് ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങൾ വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് നേരത്തെ പാർട്ടി അധ്യക്ഷനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും തീരുമാനമാകും. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് തയ്യാറെടുക്കുന്നത്. കാര്യമായ തർക്കങ്ങളില്ല. ഏതാണ്ട് 8ഓളം നിലവിലെ MLA-മാർ മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്. ബാക്കിയുള്ളവർക്ക് പുതിയ ആളുകളെ, സ്ത്രീകളടക്കമുള്ള ഈ പുതിയ ആളുകളെ സ്ഥാനാർത്ഥികളെ പരിഗണിക്കണമെന്നൊരാവശ്യം പാർട്ടിയിൽ ഉയർന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും എല്ലാം പങ്കാളിത്തത്തോടുകൂടി ഒരു പട്ടിക പ്രഖ്യാപിക്കാനാണ് മുസ്ലിം ലീഗ് തയ്യാറെടുക്കുന്നത്. എന്തായാലും ഇന്നത്തോടുകൂടി സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കും. സ്വപ്ന. അരവിന്ദനാണ് വിവരങ്ങളുമായി ചേർന്നത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെയുണ്ടാകും. പട്ടികയെല്ലാം പൂർത്തിയായതോടുകൂടി സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച സീറ്റുകൾ സംബന്ധിച്ചൊക്കെ അന്തിമ തീരുമാനത്തിൽ എത്തുമെന്നാണ് അരവിന്ദൻ റിപ്പോർട്ട് ചെയ്യുന്നത്.